ഏറ്റവും പ്രിയപ്പെട്ടവരെ, വളരെ ചുരുക്കി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പരിശ്രമിച്ചു കൊള്ളാം. നമ്മുടെ ഇന്നത്തെ ഈ വാർഷിക സമ്മേളനത്തിൻ്റെ കോളേജ് ഡേയുടെ അധ്യക്ഷനായിരിക്കുന്ന യൂണിയൻ ചെയർമാൻ ഏറ്റവും ബഹുമാനപ്പെട്ട ജെറിൻ ഈപ്പൻ മേലയിൽ, കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷനും നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ പേട്രണുമായിരിക്കുന്ന അഭിയുന്നയ ജോസ് പുളിക്കൽ പിതാവേ, നമ്മുടെ ആദരണീയനായ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ അജിമോൻ ജോർജ്, അഡ്മിനിസ്ട്രേറ്റർ റവറൻ ഫാദർ തോമസ് എബ്രഹാം ഞള്ളിയിൽ, വേദിയിലുള്ള മറ്റ് ആദരണീയരായവരെ, പ്രിയപ്പെട്ട അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥിനികളെ, 30 വർഷം നീണ്ട മഹത്തായൊരു പ്രയാണം ഇനിയും തുടരുകയാണ്. കുട്ടിക്കാനം മരിയൻ കോളേജ് ഈ ഹയർ റേഞ്ച് മേഖലയ്ക്ക് മാത്രമല്ല, കേരളത്തിലും ഭാരതത്തിനും അതിനപ്പുറവും വളരെ പ്രചോദനാത്മകമായി പ്രതീക്ഷയും കരുത്തും നൽകുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളെ സംഭാവന ചെയ്ത് വിജയയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിജയയാത്രയിൽ പങ്കുകാരാകുവാൻ നാം ഓരോരുത്തരും ഓരോ ഘട്ടത്തിൽ ഇതിനോട് ചേർന്ന് നിന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, മരിയൻ കോളേജ് ക്യാമ്പസ് ഈസ് എ സ്റ്റുഡൻറ് ഡ്രിവൺ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുക? ഇവിടെ വരുന്ന ഓരോ വിദ്യാർത്ഥിനിയുടെയും ആഗ്രഹങ്ങളും പ്രതീക്ഷയും അനുസരിച്ച് അത് അക്കാഡമിക തലത്തിലും സാംസ്കാരിക കലാരംഗങ്ങളിലും സ്പോർട്സ് രംഗങ്ങളിലും എന്നല്ല, ജീവിതത്തിൽ ഒരു പരിപൂർണ മനുഷ്യനായി മേക്കിംഗ് കംപ്ലീറ്റ് എന്ന ലോഗയോടുകൂടി നിങ്ങളെ ജീവിതത്തിൽ വിജയിച്ച് കയറുവാൻ പരിശീലിപ്പിക്കുന്ന പ്രസിദ്ധമായ ഒരു സ്ഥാപനം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഈ വിദ്യാലയത്തിലേക്ക് മലമുകളിലേക്ക് അന്വേഷിച്ച് കണ്ടെത്തി വന്നത്. അതുകൊണ്ട് തന്നെയാണ് അടുത്ത വർഷത്തെ അക്കാഡമിക് ഇയർ ആരംഭിച്ചിട്ടില്ലെങ്കിൽ പോലും, അതിനുള്ള സമയമായിട്ടില്ലെങ്കിൽ പോലും, ഇപ്പോഴും 100 കണക്കിന് മാതാപിതാക്കളും വിദ്യാർത്ഥികളും ഇവിടെ ചേരുവാൻ അപേക്ഷയുമായി ഇപ്പോൾ തന്നെ നമ്മുടെ വെബ്സൈറ്റ് വഴിയും നേരിട്ട് വഴിയും ഇവിടെ സമീപിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ആ അനുഭവത്തിലൂടെ കടന്നു പോയവരാണ്. അങ്ങനെയെങ്കിൽ there is something special here. നിങ്ങളുടെ അഭിരുചിയും ആഗ്രഹങ്ങളും അനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കുവാനുള്ളത് എല്ലാം, അത് അധ്യാപകരാകട്ടെ മാനേജ്മെൻ്റ് ആകട്ടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം അതിനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മരിയനാക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദനം അറിയിക്കുകയാണ്. നിങ്ങളാണ് മരിയനാക്കുന്നത്. കാരണം അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലും മിഷൻ ആൻഡ് വിഷനിലും ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ വലിയവരാകുവാൻ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതിനോട് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ആ പരിശീലനവും പഠനവും എല്ലാം നടത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അതിനോട് ചേർന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഈ കോളേജ് ഡേ എന്ന് പറയുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്ത് വിടുന്ന നിങ്ങളുടെ ഈ സ്റ്റുഡൻറ് യൂണിയൻ പ്രതിനിധികൾ, ഈ സ്റ്റുഡൻറ് യൂണിയൻ കൗൺസിൽ നേതൃത്വം നൽകുന്ന ഒരു ആഘോഷ പരിപാടിയാണ്. കഴിഞ്ഞ 1 വർഷം മുഴുവൻ എനിക്ക് അഭിമാനത്തോടെ പറയുവാൻ സാധിക്കും, കണ്ടതിൽ നിന്നും കേട്ടതിൽ നിന്നും, നിങ്ങളുടെ ചെയർമാൻ ജെറിൻ ഈപ്പൻ്റെ നേതൃത്വത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഓരോരുത്തരും, നിങ്ങൾ ഓരോരുത്തരും എന്തുമാത്രം ആവേശത്തോടു കൂടിയാണ് ഈ വർഷത്തെ പ്രവർത്തന പരിപാടികളെല്ലാം ക്രമീകരിച്ചത്. ഇവിടെ വിശദമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് ഒന്നും കടക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ സമർപ്പണം, wide participation in all the event, whether it is competition or other kind of cultural or sports activities, congratulate you for being who you are and for your participation, making it complete. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, ഇത് സ്റ്റുഡൻറ് ഡ്രിവൺ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ പ്രതീക്ഷകളും അതിനോട് ചേർത്ത് വെച്ച് ഇനിയും മുന്നോട്ട് നീങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങളുടെ അലുമിനി അസോസിയേഷൻ്റെ പ്രതിനിധിയായിട്ട് പ്രസിഡന്റ് ശ്രീ ജോജിയോട് ഇവിടെയുണ്ട്.
വർഷങ്ങൾക്ക് മുമ്പ് മരിയൻ കോളേജ് വളരെ ശൈശവാവസ്ഥയിലായിരുന്ന ഘട്ടത്തിൽ ഇവിടെ പഠിച്ചിറങ്ങിയ ആളാണ്. ജീവിതത്തിൽ സ്വന്തമായിട്ടൊരു സംരംഭകനായി നമ്മുടെ ഈ കോളേജിൽ തന്നെ പല പ്രവർത്തനം ചെയ്യുന്ന അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. അതുപോലെ വിവിധ തലങ്ങളിൽ വിജയിച്ച് കയറുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. കഴിഞ്ഞ 30 വർഷങ്ങളിലേക്ക് ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ചെറുതായിട്ട് ഒരു റിഫ്ലക്ഷൻ നടത്തിയാൽ എനിക്കും വ്യക്തിപരമായിട്ടും അത് ഒത്തിരി സന്തോഷം നൽകുന്നതാണ്. കാരണം ഈ മരിയൻ കോളേജ് ഇവിടെ ആരംഭിച്ചപ്പോൾ മുതൽ നേരിട്ടോ അല്ലാതെയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. മറ്റൊരു ഘട്ടത്തിൽ ഇവിടെ സൂചിപ്പിച്ചിരുന്നു, അന്ന് വളരെ ലളിതമായ ഒരു സാഹചര്യത്തിൽ 30 വർഷം മുമ്പ് ആരംഭിച്ചപ്പോൾ അതിനുള്ള വക കണ്ടെത്തുവാൻ ഈ രൂപത എന്ന നിലയിൽ ഒത്തിരി ബുദ്ധിമുട്ടിയപ്പോൾ അന്ന് മാർ മാത്യു വട്ടക്കുഴി പിതാവ് ഞങ്ങളോട് പറഞ്ഞു, ചെറുപ്പക്കാരായ അച്ഛന്മാർ ഞങ്ങളോടൊക്കെ പറഞ്ഞു, ഇടവകളിൽ, പള്ളിയിലെ ഇടവകളിൽ വീടുകൾ തോറും കയറി ഇറങ്ങി ആളുകളോട് പറഞ്ഞ് ഇതിനുള്ള വിഭവ സമാഹരണം നടത്തുക. അന്ന് 30 വർഷം മുമ്പ് കാഞ്ഞിരപ്പള്ളിയിലും ഹൈറേഞ്ചിലുമൊക്കെ ഇടവകളിൽ കത്തോലിക്ക കുടുംബങ്ങൾ വീടുകൾ കയറി ഇറങ്ങി ഇതിനുള്ള വിഭവ സമാഹരണം കണ്ടെത്തിയത് ഞാൻ ഓർമ്മിക്കുന്നു. അങ്ങനെ ഒത്തിരിയേറെ പരാധീനതകളും ബുദ്ധിമുട്ടിലൂടെ കടന്നു വന്ന് 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്ക് വലിയ പ്രതീക്ഷയുടെ വാതായനം തുറന്നു കൊടുക്കാൻ പറ്റിയ ഒരു സ്ഥാപനമാണിത്. അതിൻ്റെ ഭാഗമായി നിങ്ങളായിരിക്കുന്നതിൽ സന്തോഷിക്കുന്നു, നിങ്ങൾ അഭിമാനിക്കുന്നു, നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഇതിൽ നിന്ന് വേണ്ട പ്രയോജനം നടത്തി ജീവിതത്തിൽ വലിയവരാകുവാൻ, നല്ലവരാകുവാൻ, നന്മ നിറഞ്ഞവരാകുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതുകൊണ്ട് തന്നെ നാം ഇവിടെ അനുസ്മരിക്കുന്നു. കഴിഞ്ഞ 30 വർഷത്തിൽ ഇവിടെ പ്രത്യേകിച്ചും ആദ്യകാലം തൊട്ട് സേവനം ചെയ്തു പോയ ചുരുക്കം ചിലർ ഇപ്പോഴും ഇവിടെയുണ്ട്. അതിനെപ്പെട്ട രാജീവ് മിസ്സുണ്ട്, സൂസി മിസ്സുണ്ട്. രണ്ടുപേരെ ഇവിടെ പ്രത്യേകം അനുസ്മരിച്ചെങ്കിൽ പിന്നെ എടുത്തു പറയുകയാണ്. രാജീവ് മിസ് അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. കാരണം രാജീവ് മിസ്സിൻ്റെ ആദ്യത്തെ വിദ്യാർത്ഥികളിൽ ഒരാളാണ് ഞാനെന്ന് അഭിമാനിക്കുന്ന ആളാണ് ഞാൻ. കാരണം അന്ന് ഫസ്റ്റ് ബാച്ചിൽ ഇവിടെ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ടൊരു കമ്പ്യൂട്ടർ ക്ലാസ് നടത്തി ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന അവിടെ നിന്ന് കമ്പ്യൂട്ടർ സാക്ഷരത നേടിയത് ഈ മരിയൻ കോളേജിന് തുടക്കത്തിൽ തന്നെയാണ്. അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആളാണ് രാജീവ് മിസ്സും സുരേഷ് സാറും ഒക്കെ. അതുകൊണ്ട് സന്തോഷത്തോടെ ഇത് ഓർക്കുന്നു. സൂസി മിസ് തുടങ്ങി പിന്നെ അനധ്യാപകരായിട്ട് ഇത്രയും വർഷം ഇവിടെയുള്ള നിങ്ങളുടെ സീനിയേഴ്സിന് എല്ലാം പേര് പിതാവ് പറഞ്ഞുകൊണ്ട് ഞാൻ സമയം പോകുന്നതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. എല്ലാവരും ഇവിടെയുണ്ട്. നിങ്ങളെ ഒത്തിരി സന്തോഷത്തോടെ അഭിമാനത്തോടെ ഓർക്കുന്നു. നിങ്ങളാണ് ഈ മരിയൻ കോളേജിൻ്റെ സംസ്കാരം ഈ 30 വർഷവും കൈമാറി വരുവാൻ സഹായിച്ചവർ. നിങ്ങളുടെ പ്രവർത്തനം വഴിയായിട്ട് എങ്ങനെ ആയിരിക്കണം ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമെന്ന് നിങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുത്തു. അത് നമ്മളെല്ലാവരും ചേർന്ന സംസ്കാരം രൂപപ്പെടുത്തി കൈമാറി വന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെ പ്രത്യേകമായിട്ട് ഓർക്കുകയും നിങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ അതിൽ 3 പേര് അനധ്യാപകരായിട്ടുള്ള 3 പേര് ഈ വർഷം വിരമിക്കുന്നുണ്ട്. അതിൽ പ്രത്യേകമായിട്ട് ഈ മാസം വിരമിക്കുന്നത് ശ്രീ റജി പി കെ ആണ്, നമ്മുടെ അസിസ്റ്റന്റ് ലൈബ്രറിയനായിരിക്കുന്നു. അതോടൊപ്പം സിസ്റ്റേഴ്സ് 2 പേര്, സിസ്റ്റർ ലൂസിയും സിസ്റ്റർ കാരളിനും വിരമിക്കുന്നു. അവർ സെപ്റ്റംബർ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഔപചാരികമായിട്ടുള്ള യാത്രയപ്പ് സമ്മേളനം പിന്നത്തേക്ക് മാറ്റിവെച്ചിരിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ കാര്യം വിശദമായിട്ടൊന്നും പറയുന്നില്ല, അന്നേരം പറഞ്ഞുകൊള്ളാം. റജി ഈ മാസം തന്നെ പിരിയുകയായതുകൊണ്ട് റജി വഴിയായിട്ട് നമ്മുടെ ഈ സ്ഥാപനത്ത് കിട്ടിയ എല്ലാ നന്മകളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. റജിയുടെ കുടുംബത്തെയും സ്നേഹത്തോടെ ഓർക്കുകയും ചെയ്യുകയാണ്. നമുക്ക് പിന്നീട് ഈ ഒരു യാത്രാ സമ്മേളന അവസരമായിട്ട് പിന്നീട് നമുക്ക് കാണാം. കുട്ടികളുടെ സ്ഥാനത്തിൽ, വിദ്യാർത്ഥികളുടെ സ്ഥാനത്തിൽ ഇത്രയും മാത്രം പറഞ്ഞു വയ്ക്കുന്നു എന്ന് മാത്രം. അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുവാൻ എന്നല്ല, നല്ലതായി തീരുവാൻ, നിങ്ങളുടെ ജീവിതം കരിപ്പിടിപ്പിക്കുവാൻ ഇവിടെ നിന്ന് കിട്ടുന്ന ചിന്തകളും പരിശീലനവും എല്ലാം നിങ്ങളെ സഹായിക്കട്ടെ. ഇത്ര മനോഹരമായി ക്യാമ്പസ് ഇവിടെ ഒരുക്കുന്നതിന് ഒരുപാട് കഷ്ടപ്പെട്ടവരുണ്ട്. ആദ്യത്തെ മാനേജർ, പ്രിൻസിപ്പൾ തൊട്ട് ഇന്ന് വരെ എത്തി നിൽക്കുന്നവർ. അതിൽ നമുക്കറിയാം, ഈ വിദ്യാലയ വർഷത്തിലാണ് നമ്മുടെ കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ബഹുമാനപ്പെട്ട ജോസഫ് പൊങ്ങനാനന്ദച്ചൻ സേവന കാലാവധി പൂർത്തിയാക്കി മറ്റൊരു അസൈൻമെൻറ്റിലേക്ക് പോയത്. അതിനുശേഷം നമുക്ക് എല്ലാ കുട്ടികൾക്കും ഒന്നിച്ച് കാണാൻ സാധിക്കും. നമ്മൾ ഭംഗിയായി യാത്രയപ്പൊക്കെ നൽകിയെങ്കിലും അതുകൊണ്ട് അച്ഛൻ്റെ വളരെ കാര്യക്ഷമമായ കഴിഞ്ഞ 4 വർഷത്തെ പ്രവർത്തനങ്ങളെയും ഇവിടെ നമുക്കായി ചെയ്ത എല്ലാ സമർപ്പണത്തെയും വളരെ സ്നേഹത്തോടെ, നന്ദിയോടെ ഓർക്കുകയാണ്. നമുക്കൊന്ന് കൈയടിച്ചാലോ? അതോടൊപ്പം തന്നെ അച്ഛൻ്റെ സ്ഥാനത്ത് പുതിയ അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിങ്ങളോടൊപ്പം മാനേജ്മെൻറ്റ് പ്രതിനിധിയായിട്ട് ഇവിടെ ഫുൾ ടൈം ഉള്ളത് ബഹുമാനപ്പെട്ട തോമസ് എബ്രഹാം ഞള്ളിയിലച്ഛനാണ്. അച്ഛൻ നിങ്ങൾ പരിചയപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അച്ഛനെയും നിങ്ങളുടെ പേരിൽ അച്ഛൻ്റെ സേവന ശുശ്രൂഷകൾക്ക് എല്ലാ ആശംസകളും നേരിടും. നിങ്ങളുടെ സഹകരണം അതിലുണ്ടാകണം. നമുക്കൊന്ന് കൈയടിച്ച് അച്ഛനെയും സ്വാഗതം ചെയ്യാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ നന്മകൾക്കും എല്ലാ
സമർപ്പണത്തിനും നന്ദി പറയുന്നതോടൊപ്പം ഈ ഒരു സ്വപ്നം, മരീൻ കോളേജ് കുട്ടിക്കാനം എന്നുള്ള സ്വപ്നം കണ്ടത് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ അധ്യക്ഷനായിരുന്ന മാർ മാത്യു വട്ടക്കുഴി പിതാവ്, മാർ മാത്യു അറക്കൽ പിതാവ്, അതിനുശേഷം ഇന്നും ഇതിൻ്റെ സാരഥ്യമേറ്റ് കാര്യങ്ങളെല്ലാം ഓരോ നിമിഷവും എന്ന വിധത്തിൽ അന്വേഷിച്ച് ക്രമീകരിച്ച് മുന്നോട്ട് നോക്കുന്നത് നമ്മുടെ അഭിമന്യ ജോസ് പുളിക്കൽ പിതാവാണ്. ജോസ് പുളിക്കൽ പിതാവിൻ്റെ ദർശനങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ഒരുപാട് ഉന്നതിയിലേക്ക് നയിക്കുകയാണ്. പിതാവിൻ്റെ ഈ സാന്നിധ്യത്തിന് നമുക്ക് നന്ദി പറയാം. പിതാവിന് എല്ലാ നന്മകളും തരാം. നമുക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് നമ്മുടെ സ്ഥാപനവും നമ്മുടെ തന്നെ ജീവിതവും പ്രതീക്ഷകൾ എത്തിച്ചേരുവാനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്കൊന്ന് കൈയടിച്ച് അവസാനിപ്പിക്കാം കേട്ടോ. അതോടൊപ്പം ഒത്തിരി അഭിമാനത്തോടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, നമ്മുടെ ഈ കോളേജിനെ ഇന്ന് നയിക്കുന്നത് ഏറ്റവും ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ അജിമോൻ ജോർജാണ്. അജിമോൻ സാറിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഇനിയും ഈ കോളേജിൻ്റെ ചരിത്രത്തിൽ എഴുതപ്പെടുവാൻ പോകുന്നത് അക്കാഡമിക് ബ്രില്യൻസിൻ്റേതാണ്. ഒരുപാട് ഗവേഷണ രംഗത്തും റിസർച്ച് പബ്ലിക്കേഷൻ രംഗത്തുമൊക്കെ നമ്മുടെ കലാലയത്തെ ഇത്രയും ഉന്നത നിലവാരത്തിലേക്ക്, രാജ്യത്ത് തന്നെ ശ്രദ്ധേയമായ നിലയിലേക്ക് എത്തിച്ചേർന്നതിനുള്ള ലീഡർഷിപ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട അജിമോൻ സാറിൻ്റേതാണ്. അതുകൊണ്ട് തന്നെ വി ഗ്രേറ്റ്ലി അപ്രീഷിയേറ്റ് യുവർ ബ്രില്യൻസ് ആൻഡ് യുവർ ലീഡർഷിപ്പ് ആൻഡ് യുവർ ജെന്റിൽമാൻഷിപ്പ്. താങ്ക് യു സർ ഫോർ യുവർ പ്രസൻസ് ഹിയർ ആൻഡ് ലീഡർഷിപ്പ്. സാറിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന 3 വൈസ് പ്രിൻസിപ്പൽസ് ഉണ്ട്. റവറൻഡ് ഫാദർ ഷൈജു KS, ലൂമി മിസ് ഉണ്ട്, അതോടൊപ്പം തന്നെ ജോബി സിറീഫ് സാറുണ്ട്. അവരോട് ചേർന്ന് കട്ടയ്ക്ക് നിൽക്കുന്ന നമ്മുടെ അധ്യാപക സുഹൃത്തുക്കളുണ്ട്, അധ്യാപകരും അനധ്യാപകരും. നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വിദ്യാർത്ഥികൾ ഓരോരുത്തരുമേ നന്ദി പറഞ്ഞുകൊണ്ട്, അതോടൊപ്പം തന്നെ പ്രതീക്ഷകൾ പൂവണിഞ്ഞ് നല്ല നിലയിലെത്തുവാൻ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം നൽകട്ടെ എന്ന് ഓരോ വിദ്യാർത്ഥികൾക്കും ആശംസ നേർന്നുകൊണ്ട് ഇന്നത്തെ കോളേജ് ദിവസത്തിൻ്റെ നല്ല അനുഭവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.